നമസ്കാരം, ഞാൻ റിനോഷ് കോട്ടക്കൽ, കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗ് മാനേജിംഗ് ഡയറക്ടർ. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിങ്ങിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രസിദ്ധമായ ഏഴംകുളം ദേവീ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വ്യത്യസ്തമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ തന്നെയാണ്. ഏകദേശം 6000 സ്ക്വയർ ഫീറ്റോളം ഏരിയ ഉള്ള ഈ ഓഡിറ്റോറിയത്തിന് 55 അടി വീതിയും 110 അടിയോളം നീളവുമുള്ള ഈ ഒരു ഓഡിറ്റോറിയം ഇതിനെ ഏറ്റവും ഭംഗിയാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് യാതൊരു വിധമായ പില്ലർ സപ്പോർട്ടുകളോ യാതൊരു പോസ്റ്റുകളോ ഇല്ലാത്ത ഫുൾ ഓപ്പൺ ഏരിയ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വർക്ക് തന്നെയാണ്. രണ്ടാമത്തെ പറയുന്നുണ്ടെങ്കിൽ ഈ 6000 സ്ക്വയർ ഫീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറാലിയം അലൂമിനിയം ബ്രാൻഡിൻ്റെ 0.46 mm റൂഫിംഗ് ഷീറ്റ്, ഗ്രേ കളർ റൂഫിംഗ് ഷീറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മഴവെള്ളത്തിൻ്റെ വാട്ടർ കളക്ട് ചെയ്ത് പോകാനായിട്ട് റെയിൻ ഗട്ടറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അക്വാസ്റ്റാറിൻ്റെ 8 ഇഞ്ച് UPVC പാത്തിയാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഏകദേശം 500ഓളം പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇതിൻ്റെ സംഘാടകർ ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ വർക്കിനെ തന്നെ കവർ ചെയ്തുകൊണ്ട് അതിനെ വളരെ ഭംഗിയായിട്ട് രീതിയിൽ അതിൻ്റെ ജിപ്സം സീലിംഗ് കൊണ്ടും കവർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ഈ ഒരു ഓഡിറ്റോറിയത്തെ കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ, ഈ വർക്ക് ചെയ്ത ഫാബ്രിക്കേറ്റർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കിതിൻ്റെ മറ്റ് ഡീറ്റെയിൽ ഇതിൻ്റെ ഫാബ്രിക്കേറ്ററുമായിട്ട് സംസാരിക്കാം. നമസ്കാരം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അലക്സാണ്ടർ. എവിടെയാ സ്ഥലം? എവിടെയാ? വയല. എത്ര വർഷമായി ഈ ഒരു വെൽഡിംഗ് ഫീൽഡിൽ? ഞാൻ നാട്ടിലെ വെൽഡിംഗ് ഫീൽഡിലായിട്ടൊരു 15 വർഷം, ഇവിടെ ഗൾഫിൽ ഒരു 10-25 വർഷം. ഗൾഫിലെ എക്സ്പീരിയൻസ് കൊണ്ട് നാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊരു എവിടെ വർക്ക്ഷോപ്പ്? എവിടെയാ? വയലാത്തന്നെ. വർക്ക്ഷോപ്പിന്റെ പേര് കൃപ എഞ്ചിനീയറിംഗ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഒരു വർക്ക് ശരിക്കും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ 6000 സ്ക്വയർ ഫീറ്റ്, പ്രത്യേകിച്ച് 55 അടിയോളം ഇതിന് യാതൊരു പില്ലർ സപ്പോർട്ടും ഇല്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിർത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ എന്താണ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രക്ചറൽ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്ക്, അത് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. അത് 3 കൊന്നരയുടെ 16 ഗേജിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് 9 ഇഞ്ച് വിഡ്ത്തിലെ ട്രസ് ഉണ്ടാക്കി ആ ഒറ്റ ട്രസ് നമ്മൾ ക്രെയിൻ സപ്പോർട്ട് വെളിയിൽ നിന്ന് കയറ്റി അതിൻ്റെ ഉത്തരമായിട്ട് വെച്ചേക്കുന്ന എല്ലാം 4x2 ട്യൂബ് വെച്ചിട്ട് അത്രയും സപ്പോർട്ടോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്ത് അതിനെ അടുപ്പിച്ച് ഒരു 8-9 അടി 10 അടിക്കകത്തുള്ള അകലത്തിൽ ഈ സ്ട്രെസ് എല്ലാം ഇട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ പറയുമ്പോൾ അത് 3 കൊന്നര 16 ഗേജ് 3 കൊന്നര GP സ്ക്വയർ ട്യൂബ്, അതിനെ 9 ഇഞ്ച് ഗ്യാപ്പിൽ ബോക്സ് വർക്ക് ചെയ്ത് അല്ലേ? ബോക്സ് വർക്ക് ചെയ്ത് അതിനെ 10 അടിയിൽ താഴെ ഗ്യാപ്പിലാക്കി ഇതിനെ ഡ്രസ് ചെയ്തിരിക്കും. ഇതിന് ഉപയോഗിച്ച പട്ടിയലിന്റെ സൈസ് 1.5 16 ഗേജിന്റെ സ്ക്വയർ ട്യൂബാണ് പട്ടിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 55 അടി വരെ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ സ്ട്രോങ് ആയിട്ട് തന്നെ നിർത്താം. പില്ലേഴ്സ് ഒക്കെ ഇതിപ്പോ എനിക്ക് സൈഡ് വോളുകളെല്ലാം കട്ട കെട്ടിയേക്കായിരുന്നില്ലേ? അല്ല, ഇത് പിന്നെ RCC പില്ലറാണ്. ഇതെല്ലാം ഇതിന്റെ ഇടയ്ക്കല്ല, ഇതിന്റെ പില്ലേഴ്സുകളെല്ലാം RCC ഇടഭാഗം മാത്രമേ ഉള്ളൂ കട്ട. ഓക്കെ. അപ്പം ഇതിന്റെ പില്ലർ സപ്പോർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോൺക്രീറ്റ് RCC സപ്പോർട്ടാണ്. അതിന്റെ മേളിലുള്ള ട്രസ് വർക്കുകളാണ്. പിന്നീട് ഈ പട്ടിയിൽ തമ്മിലുള്ള ഗ്യാപ്പ്
3 അടി ഗ്യാപ്പിലാണ് പട്ടിയൽ. 3 അടി ഗ്യാപ്പിലാണ്. അതായത് എനിക്ക് ഷീറ്റ് 0.46 0.46 mm ഒറാലിയത്തിന്റെ സ്ട്രോങ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള റൂഫിംഗ് ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പട്ടിയൽ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 3 അടി ഗ്യാപ്പിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ആ ഒറാലി അലൂമിനിയം ഷീറ്റിൻ്റെതോ അല്ലെങ്കിൽ ഒരു GI ഷീറ്റിൻ്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അലൂമിനിയം ഷീറ്റ് ആകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പാർട്ടികൾക്ക് അവർക്കൊരു വിശ്വാസം, അലൂമിനിയത്തോടുള്ള ഒരു ഇതും കുറെ കാലത്തെ വാറണ്ടി, തുരുമ്പെടുത്ത് പോകില്ല. ഏതായാലും കാരണം വെച്ചാൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് പിന്നെ തിരിച്ച് തൂക്കി വിൽക്കാൻ പറ്റിയാലും അവർക്ക് അതിനൊരു വില കിട്ടും, ഒരു റീസെയിൽ വാല്യൂ കിട്ടുന്നതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ അലൂമിനിയം ആണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ റേറ്റിന്റെ ഒരു ഡിഫറൻസ് ആണ് കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു GIയിലേക്ക് മാറുന്നത്. അത് ഇതിനെ പറ്റി അറിയാവുന്ന ആൾക്കാരെ അലൂമിനിയം എടുക്കും. റേറ്റ് പിന്നെ കുറച്ച് മതി എന്നുള്ള താല്പര്യമുള്ളവർ പിന്നെ GIയിലോട്ട്. എന്താ ഈ ഒരു സ്ട്രക്ചർ സ്ലോപ്പ് ഒരു എത്ര ഡിഗ്രി വെച്ചിട്ട് എങ്ങനെയാണ് അതിലേക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഒരു സ്ലോപ്പ് വെള്ളം പോകാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ ഒരു മൊത്തം ലെങ്തിന്റെ ഒരു 4/1 ഇതിന് നമ്മൾ ടോപ്പ് ഹൈറ്റ് കൊടുക്കുന്നത്. ടോട്ടൽ 110 അടിയാണ് ഇതിന്റെ ലെങ്ത് എങ്കിൽ അതിന്റെ ഒരു 4/1 വരുന്ന ഹൈറ്റ് ആണ് ഇതിന്റെ സെന്റർ ഭാഗത്തോട്. അതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ. അതിന് പ്രകാരമുള്ള സ്ലോപ്പ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വെള്ളം ഒഴുകി പോകാനുള്ള സ്ലോപ്പ് ആയിരിക്കും. എനിക്കത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെയിൻ ഗട്ടർ എല്ലാം 8 ഇഞ്ച് അക്വാസ്റ്റാറിന്റെ 8 ഇഞ്ച് അക്വാസ്റ്റാറിന്റെ UPVC പാത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാത്തി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ക്ലാമ്പ് അല്ലെങ്കിൽ മിക്കയിടത്തും കണ്ടിട്ടുണ്ട് പാത്തി ബെൻഡായി പോകുന്ന പറയുന്നത് നമ്മുടെ കടയിൽ പലരും വരാറുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അതിന്റെ ഒരു? അത് ഒരുപാട് അകലമില്ലാതെ ഒരു ഏകദേശം ഒരു 3-4 അടി അകലത്തിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. 5-6 അടിക്ക് മേളിലായി കഴിയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 1 മീറ്റർ ഗ്യാപ്പ്. അതാണ് കമ്പനി വഴക്കം പറയുന്നത് മാക്സിമം ആണ് 1 മീറ്റർ ഗ്യാപ്പിലാണ് ഇത് ചെയ്യേണ്ടത്. മിക്കയിടത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കഴുക്കോല് 3 ഇറങ്ങി നിൽക്കുന്നിടത്ത് ക്ലാമ്പിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഈ ക്ലാമ്പുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം ലെന്ത് കൂടുകയാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കഴുക്കോലിന്റെ ഗ്യാപ്പ് മാത്രം നോക്കാതെ നമ്മളൊരു റെയിൻ ഗട്ടർ ഇത്ര ഒരു മാർക്കറ്റിൽ ഒരു 900 രൂപ തൊട്ട് 1000-1200 രൂപ വിലയുള്ള പാത്തുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ക്ലാമ്പ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൽ കൂടുതലാവാൻ പാടില്ല. അപ്പൊ ഇതിനിടയിൽ ഡ്രസ്സിനെ മാത്രം നോക്കാതെ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ആംഗ്ലറോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വെച്ച് അല്ലെങ്കിൽ ഒരു പള്ളിങ്ങ വേണേലും അടിച്ചു കൊടുത്ത് അതിന്റെ ക്ലാമ്പ് 1 മീറ്റർ ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ അതിന്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും. ഇതിന്റെ എല്ലാം ക്ലാമ്പ് പ്ലാസ്റ്റിക് കോട്ടൺ കമ്പനിയുടെ തന്നെ PVC കോട്ടഡ് തന്നെ വരുന്നത്. അപ്പൊ അതെനിക്ക് തോന്നുന്നു മറ്റേ GIയുടെ ഒരു ഭംഗി ആ പാത്തിയുടെ തന്നെ കളറിൽ അതേ പിടിക്കത്തില്ല. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ടെക്നിക്ക് പരമായ വിഷയം. ഇപ്പൊ ഇവിടെ വേറെ പുതിയ വർക്ക് നടക്കുന്നത്? ഇപ്പൊ കൊളക്കട ഒരു വീടിന്റെ റൂഫിംഗ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ വർക്കുകൾ അല്ലാതെ നടക്കുന്നുണ്ട്. ശരി, അപ്പൊ വർക്കുകളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. വീണ്ടും കാണാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഏഴംകുളത്തിൽ ദേവീക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ വിശേഷങ്ങളാണ്. അതിലെ സവിശേഷത ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇതിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഏരിയ, അതിൽ തന്നെ 55 അടിയോളം നീളത്തിൽ ലെന്തിൽ യാതൊരു പില്ലർ സപ്പോർട്ടും ഇല്ല, വളരെ ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ സവിശേഷതയാണ്. അതിൻ്റെ ടെക്നിക്കൽ സൈഡുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കേട്ടത്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനി തുടർന്നും, അതായത് നമ്മൾ വീടുകൾ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള സ്ട്രക്ചർ സംബന്ധമായ ഫാബ്രിക്കേഷൻ വർക്കുകളിൽ തുടർന്നുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് റിനോഷ് കോട്ടക്കൽ.